ഷർട്ടൊക്കെ എടുത്തുണ്ടോ അല്ലേ? പിന്നെ നല്ലൊരു കാര്യം. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഇപ്പോഴേ കൊലപാതകം ഇതാണ്ട് ഇന്ന് അടുത്ത കൊലപാതകം ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഇഷ്ടം പോലെ കൊലപാതകം. ഇമ്മക്ക് എന്തോടെ ഇങ്ങനെ? അത് ഈ വാർത്തകൾ കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. അമ്മാവൻ കിടന്ന കട്ടിലിൽ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് നിലയിലായിരുന്നു. അമ്മയും അമ്മാവനെയും 2 മുറിയിലാക്കി ഒരേ ചോദ്യം ചോദിച്ചു. കള്ളക്കളി പൊളിച്ചത് ഏണ്ടൊക്കെ പറഞ്ഞുകൊണ്ടൊരു കൊലപാതകമായിരിക്കും. അത് ഈ കേസാന്ന് തോന്നുന്നു. ഈ അമ്മാവൻ വന്ന വധശ്രമ കേസിൽ അറസ്റ്റിലായ ഗോകുൽ ഗുരുവായൂർ ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. കാണാൻ ഓഷോയെ പോലെ ഉണ്ട്. അതിന് മിഥുൻ ചക്രവർത്തി ഓഷോയെ പോലെ ദോഷമൊന്നും ആയില്ലല്ലോ. അതെ, മോശമായിട്ട് എന്ത് ചെയ്യാനാ? അതിനും ഭേദം മിഥുൻ ചക്രവർത്തി അല്ലേ? എടീ എന്ത് ചെയ്യുന്നേ ഇങ്ങനെ കൊലപാതകം കൂടിയോ? കൊലപാതകം നമുക്ക് നല്ല വലിയ പറഞ്ഞ പോലെ ഡ്രഗും പരിപാടിയൊക്കെ കാണും. അല്ലാതെ വെറുതെ കുഞ്ഞിന്റെ അച്ഛന് പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ദേവനന്ദന്റെ കൊലപാതകത്തിൽ അമ്മയ്ക്കും പങ്ക്. ദേവനന്ദൻ കുഞ്ഞാണോ? ഒരു പെങ്കൊച്ചായിരുന്നു. ആണല്ലേ, അത് നന്നായല്ലോ. അല്ലേ പിന്നെ കൊച്ചു തന്നെ വളർന്ന് ആകപ്പാടെ നശിച്ച് നാശമായി. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നെന്ന് പോലീസ്. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകി. ബാലരാമപുരത്താണോ മുട്ടച്ചിൽ വീട്? ആണോ? കുഞ്ഞിന്റെ മരണത്തിന് അമ്മയ്ക്കും പങ്കെന്ന് നിഗമനത്തിൽ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുഞ്ഞിന്റെ അച്ഛന് പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനം. അന്തിമ നിഗമനത്തിലെത്തിയിട്ടില്ലെന്ന് പോലീസ്. അന്വേഷണം പുരോഗമിക്കുന്നതായും നെയ്യാറ്റിൻകര DYSP S ഷാജി പറഞ്ഞു. കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മാവൻ കുറ്റം സമ്മതിച്ചെങ്കിലും ദുരൂഹത ഇനിയും നീങ്ങാനുണ്ട്. പുലർച്ചെ 5 മണിയോടെയാണ് മകളെ കാണാനില്ലെന്ന് മാതാപിതാക്കളുടെ പരാതി ബാലരാമപുരം പോലീസിന് ലഭിക്കുന്നത്. നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി വീടും പരിസരവും പരിശോധിച്ചു. വീടിന് പിറകു വശത്തെ കിണർ മറച്ചിരിക്കുന്നത് നെറ്റ് ഒരു ഭാഗത്ത് നീങ്ങിയിരിക്കുന്നതിനാൽ സംശയം തോന്നിയതാണ് പോലീസ് അഗ്നിശമന സേനയെ വിളിച്ചു വരുത്തി പരിശോധന മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് കുഞ്ഞിന്റെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അമ്മാവൻ ഹരികുമാർ എന്നിവരെ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. പുലർച്ചെ 3 മണിക്ക് ശേഷം അമ്മാവൻ ഹരികുമാർ കിടന്ന മുറിയിൽ തീപിടുത്തമുണ്ടായി. തനിക്കൊപ്പം കിടന്ന കുഞ്ഞിനെ പുലർച്ചെ 5 മണിയോടെ അച്ഛനൊപ്പം കിടത്തി ശുചിമുറിയിൽ പോയി എന്നും തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നും അമ്മയും അമ്മൂമ്മയും പറഞ്ഞതായി നാട്ടുകാർ. കുഞ്ഞിന്റെ മൃതദേഹത്തെ കണ്ടെത്തിയ കിണറിന് അടുത്തുള്ള ഷെഡിൽ കുരുക്കിട്ട 3 കയറുകൾ കണ്ടെത്തി. എല്ലാം മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. എന്തോടിത് കേട്ടോ? ഇതെന്തോ പ്ലാൻ ചെയ്ത് പണിയ പോലെയുണ്ട്. അമ്മാവൻ കുറ്റം സമ്മതിച്ചു. അങ്ങനെ കുറ്റം സമ്മതിക്കാനാണെങ്കിൽ പിന്നെ ഇവൻ എന്തിനീ പണിയെടുത്തത്? എനിക്കറിയത്തില്ല. ഇത്ര ഉള്ളവനൊക്കെ അവനെന്താ അങ്ങനെ? പിന്നെ വേറെ കാര്യമുണ്ട്. കുറ്റം സമ്മതിച്ചു എന്നുള്ളത് പോലീസ് ഭാഷയായിരിക്കും. കോടതിയിലെത്തുമ്പോൾ പോലീസിന്റെ അടുത്ത് കുറ്റം സമ്മതിച്ചത് കോടതിയിൽ എടുക്കില്ല. ഇല്ലല്ലേ? പോലീസിനെ എങ്ങനെ വേണമെങ്കിലും പറയിപ്പിക്കാമല്ലോ. അതൊരു പ്രശ്നമാണ്. ചുമ്മാ വന്ന് ഓരോന്നൊപ്പിച്ച് പരിപാടി തീർത്തായിരിക്കാനും മതി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ. അല്ല, ഈ കൊച്ചിന്റെ കള്ളേന്നാണെങ്കിൽ ഈ കൊച്ചിനെ കാണാൻ കിട്ടത്തില്ലെന്ന് രാത്രി ഉറങ്ങി കിടന്ന കൊച്ചിന് ഇവരുടെ ഇടയിൽ നിർത്തോണ്ട് പോയിരുന്നു. എന്തോ ഈ പറയുന്നത്? വീടിന് തീ പിടിച്ചെന്നോ? ഈ ചെറിയൊരു ഈ ഔട്ടർ സ്കേറ്റ്സിൽ പെടുന്ന സ്ഥലമാണ് ഈ ട്രിവാൻഡ്രത്തിൻ്റെ ബാലരാമപുരം എന്നൊക്കെ പറയുന്നത്. ഗ്രാമമാണ്. ആളുകൾ കുറച്ചുകൂടി വേറെ തരത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഫാമിലി, മറ്റേ എന്താ പറയണേ, ഈ ബന്ധങ്ങളൊക്കെ ഭയങ്കര പരിപാടിയാണല്ലോ. അമ്മാവൻ, അമ്മായി, ചിറ്റപ്പൻ, ചിറ്റപ്പി, കുറേ ആൾക്കാരുണ്ടല്ലോ. ഈ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കിടത്തിയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. ആ കൂട്ടത്തിൽ നൈസായിട്ട് എടുത്തുകൊണ്ടേ വെള്ളത്തിലിട്ട് കാണും. എന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്താൽ, മനഃപൂർവ്വം ചെയ്തതായിട്ട് എനിക്കത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണത്. കൊല്ലാൻ വേണ്ടി ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഒന്നാണ്. ഇവനെ തൂക്കിക്കൊല്ലാം. താൻ പറഞ്ഞ പോലെ ഇവനെ കിട്ടിയാൽ തൂക്കിക്കൊല്ലാം. അല്ലാതെ ഗ്രീഷ്മേനെ ഒന്നല്ല തൂക്കിക്കൊള്ളും. ഗ്രീഷ്മയൊക്കെ ചെറിയ കേസ്. ഇത് എത്ര വയസ്സ്? 2 വയസ്സുള്ള അല്ലേ?
2 ദിവസം അതായത് ആ കൊച്ചിനൊന്ന് റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് ഒച്ച പോലും വയ്ക്കാൻ പറ്റില്ല. ഇത് വായൊന്നും കൂട്ടിയടച്ചു അവന് വേണം രക്ഷപ്പെടാനൊക്കെ പറ്റുമോ നേരത്തെ? ഈ മണ്ടം പിന്നെ പോയി കഴിച്ചും കുടിച്ച ആരുടെ കുഴപ്പമോ? അതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. മരിച്ചുപോയി. അപ്പൊ മരണം തന്നെയാണ്. അതിപ്പോ ലോസ് നഷ്ടം ഉണ്ടായവർക്കൊക്കെ നഷ്ടം തന്നെയാണ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനകത്തൊരു പൊട്ടത്തരം ഉണ്ട്. ആ പൊട്ടത്തരം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരാള് നമ്മളോട് താല്പര്യമില്ല, നമ്മുടെ അടുത്ത് നമ്മുടെ റിലേഷൻഷിപ്പിലായിട്ടുള്ളവരോ സൗഹൃദം ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നൊന്നുമില്ല, വെറും സുഹൃത്തുക്കളായിക്കോട്ടെ, ഒരു മനുഷ്യൻ നമ്മളോട് സൗഹൃദത്തിൽ ആയിരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവണ്ടോ? അയ്യോ ഇത് കേട്ടോ, തിരുവനന്തപുരത്തെ 2 വയസ്സുകാരുടെ മരണം കൊലപാതകമെന്ന് സംശയം വന്ന്. അല്ല, കൊച്ചിന് ഇറങ്ങിച്ചെന്ന് കണ്ടി ചാടിയതാണെന്നായിരിക്കും. എന്തുവാടേ ഇത്? എന്നാ കോമഡിയാണ് ഇതൊക്കെ. നേരത്തെ ന്യൂസ് ആയിരിക്കും. ഇവിടെ 12 മണിക്കൂർ മുമ്പ് പോലീസായിരിക്കും പറഞ്ഞത് സംശയമാണെന്ന്. 2 വയസ്സുള്ള കൊച്ചേ കിണറ്റിൽ ഇറങ്ങി നെറ്റിട്ട കിണറ് മാറ്റി അവിടെ നിന്ന് ഇറങ്ങി. ഈ പിള്ളേരുടെ ഒരു കാര്യം, കൊച്ചിങ്ങളുടെ ഒരു കാര്യം, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. അതെ, CCTV ഇല്ല. ഇനി കൊച്ചു വല്ല കന്യാസ്ത്രീ ആവണ്ട കൊച്ചു വല്ലതും ആണോ? ചിലപ്പോ മടത്തി ചേരായിരുന്നായിരിക്കും. അതാകുമ്പോ നേരത്തെ കിണറ്റിൽ ചാടി അതുവഴി എസ്കേപ്പ് ആയതായിരിക്കും, രക്ഷോട്ട് പോയതായിരിക്കും. എന്തായാലും 12 hours ബിഫോർ ഉറങ്ങിക്കിടന്ന 2 വയസ്സുവരെ കാണാതായി, മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. അങ്ങനെ പറയാൻ പറ്റത്. കഷ്ടം. എന്തോ ആണ്. IM വിജയന് പത്മശ്രീ. എന്തിനാണോ ഇതൊക്കെ? കടവ് അറിഞ്ഞില്ലേ പത്മശ്രീ ഒക്കെ കിട്ടിയ ആൾക്കാർ? പത്മശ്രീ ഇവിടെ 5 കൊലപാതകമായി ഒരു ദിവസം. അപ്പോഴും പത്മശ്രീ കൊടുത്തോണ്ടിരിക്കുക കുറെ എണ്ണത്തിനോട്. ഈ ശോഭനൊക്കെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറയണം. ചുമ്മാ തീട്ട കേസ് അല്ല എന്ത് ഇതൊക്കെ ആർക്ക് ബാലയ്യൊക്കെ വെച്ച് നോക്കുമ്പോ ശോഭന ഓക്കെ. എന്നാലും എന്തിനു ഇതൊക്കെ ഇത് കിട്ടിയിട്ട് എന്തോ ചെയ്യാനാ? പുഴുങ്ങി തിന്നു. അല്ല, പത്മഭൂഷൺ പറഞ്ഞ നടക്കാം. ഇവർക്ക് അങ്ങനെയാണല്ലോ. അതും ശരിയാണ്. പത്മശ്രീ, പത്മഭൂഷൺ, ലഫ്റ്റനന്റ് കേണൽ, ദ കംപ്ലീറ്റ് ഡയറക്ടർ. എന്തുവാണോ മോഹൻലാലും പൃഥ്വിരാജോട് ഒരു സൈഡിൽ കൂടെ കിടന്ന് മരണപ്പണി. പണം കൊള്ളത്തില്ലെന്നുള്ള കണ്ടാ അറിയാം. കഷ്ടപ്പെടുന്നുണ്ട്, കുറച്ച് മെനക്കെടുന്നുണ്ട്, പറ്റിക്കാനുള്ള പരിപാടികളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ പരിപാടി കാണുമ്പോൾ തന്നെ ഭയങ്കര ഡൗട്ട്ഫുൾ ആണെന്നും. അതെ, ഇത്രയൊന്നും ഇല്ല. മനസ്സിലാവണ്ടോ? ഇപ്പൊ മറ്റവരുടെ സിനിമ അറിയില്ല, റൈഫിൾ ക്ലബ്ബ് വല്ലതും കണ്ടായിരുന്നു അവിടെ? വല്ല സോഷ്യൽ മീഡിയ ആരെങ്കിലും വല്ലതും പറയാനായിട്ടാണ് മറ്റേ ഡൊമിനിക്ക് ഇതുപോലെ കിടന്ന് മരണപ്പണി എടുക്കുന്നുണ്ട്. അതാ പ്രശ്നം. ഈ കൊള്ളൂലാത്ത സാധനം അവർക്ക് ഇറങ്ങി വരുമ്പോഴേ ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്ത് നാട്ടുകാരെ മുഴുവൻ അതിന് കാശ് മുടക്കി അറിയിച്ച് PR-നെയൊക്കെ ഏൽപ്പിച്ച് പണിയെടുപ്പിച്ച് ഇങ്ങനെ ഡെയിലി ബേസിസിൽ ഇത്ര പോസ്റ്റ് വെച്ച് ഒരാൾ ഇടണം എന്നൊക്കെ കണക്കൊക്കെ കാശ് കൊടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കൊച്ചുങ്ങൾ എത്താലും കുഴപ്പമില്ല, നമ്മുടെ പരസ്യം നല്ലപോലെ ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ കൊച്ചിനെ സിനിമ ഒന്നും കാണിക്കുന്നില്ല. അതും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് ഇഷ്ടമല്ല. ഈ ഭയങ്കര പൃഥ്വിരാജിന്റെ കൊച്ചിന് ഭാര്യയ്ക്കും മക്കൾക്കും ഇഷ്ടമല്ലെന്ന് സംവിധാനം ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കും ഭയങ്കര ബുദ്ധിമുട്ട്. അല്ല, അത് അങ്ങനെയല്ല. പൃഥ്വിരാജിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമല്ല, നമുക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമൊന്നുമില്ല. നിർത്താൻ പറ്റിയെങ്കിൽ നിർത്തിക്കോ. സംവിധായകനാണ് റോഡാടി, എല്ലാം കണക്കാ. ഇവനെ കൊണ്ടൊക്കെ എന്താ പറ്റുന്നത് നമുക്കറിയാം. തള്ളി നടക്കുക ചെയ്തിട്ട് ഞാൻ ഈ വെടല എന്താ കാണിക്കണെന്ന് കാണാൻ വേണ്ടി പോയത് സത്യം പറഞ്ഞ. ഇനി ഇത് കാണാനൊന്നും പോകുന്നില്ല, ഇനി ഈ പടത്തിൽ പോണില്ല. എനിക്കറിയാം പൃഥ്വിരാജിനെ കൊണ്ട് എന്താ പറ്റുന്നത്. അവൻ ആ റിഗർ മറ്റേ സ്റ്റഡി ക്യാമ പിടിച്ചോണ്ട് ഓടുമ്പോഴേ അറിയാം. പിന്നെ ഒരു സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതുന്നതിന്റെ ഫോട്ടോ എടുത്തിരുന്ന ഡയറക്ടറെ കാണുമ്പോൾ നമുക്കറിയാലോ. ഫേസ്ബുക്കിലൊക്കെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഇരുന്ന് എഴുതുന്നത് കഷ്ടം. അങ്ങനത്തെ അല്പന്മാരായി. തനിക്ക് വേറൊരു കാര്യം അറിയാം, താനിപ്പോ ഈ പറയുന്നത് ചിലപ്പോ അയാൾക്ക് മനസ്സിലാവുമെന്ന് പോലെ എനിക്ക് ഡൗട്ടാണ്. അത് മനസ്സിലാകാത്തോണ്ടല്ല ഇവന്മാര് അത്രയും അല്പന്മാരാ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭാര്യക്കൊക്കെ. കൊച്ചിന് ഇഷ്ടമല്ല. എന്നാ ഒരു വർഷം അവനോട് വീട്ടിൽ കയറി ഇരിക്കാൻ പറ. അപ്പൊ ഭാര്യ പറയും ഇറങ്ങി പോടാൻ അറിയുന്നു, പോയാ മതി, നീ പോയി പണിയെടുക്കാൻ പറയുമായിരിക്കും.
എന്തൊക്കെയാ വിളിച്ച് പറയുന്നറിയോ? ആരെയും പറ്റിക്കുന്നത് മെലിഞ്ഞെന്ന് പറഞ്ഞ പോലെ ഇത്. ഇവരെന്തിനു ഇതൊക്കെ പറയണം? എനിക്കറിയത്തില്ല. ഒരു സിനിമ ചെയ്തു, ആ സിനിമ തിയേറ്ററിലേക്ക് വിടും. പിന്നെ ഇവരുടെ കുടുംബത്തെ കഥ, ഇവരാരാണ്, ഇവരെന്താ, മോളുടെ ബർത്ത്ഡേ സിനിമ തമ്മിൽ എന്താ ബന്ധം? ഒരു വല്ല കാര്യമുണ്ടോ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ? ഇതൊക്കെ മര്യാദക്ക് ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ചിലപ്പോൾ കമാന്നൊരു അക്ഷരം മിണ്ടൂല. ആ വഴി അത് അങ്ങോട്ട് പോവും, അല്ലേ? അതെ, പടം കണ്ട നന്നായിട്ട് പോകും. അതെ, നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ അവിടെ കിടന്ന് ഓടും, അത്രേ ഉള്ളൂ. അല്ല, പിന്നെ ഇത് ഇവർക്ക് തന്നെ അറിയാം ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കും കേട്ടോ. എന്താ പറയുക, ഈ ഒരു 10 മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തെ പരിപാടി ചിലപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ അതിനകത്തുനിന്ന് ഇവർക്ക് കൊള്ളാവുന്ന തോന്നിയ സാധനങ്ങളായിരിക്കും എടുത്ത് ഈ ട്രെയിലർ ആക്കിയേക്കുന്നത്. അതാ സംഭവിക്കാൻ സാധ്യത കൂടുതൽ. എപ്പോഴും മലയാള സിനിമയിൽ എപ്പോഴും കാണുന്ന ഒരു സാധനം, അതായത് സിനിമക്കകത്ത് എടുത്തതിൽ ഏറ്റവും നല്ല വിഷ്വൽസ് ആണെന്ന് അവർക്ക് തോന്നുന്ന സാധനങ്ങൾ ഒരു ട്രെയിലറിനകത്ത് പെടുത്തും. എന്നിട്ട് സിനിമയിൽ വരുമ്പോൾ എന്താ വേണ്ടത്, അതിലും മികച്ച സാധനങ്ങൾ ഉണ്ടാവണമല്ലോ ഇത് കാണിക്കുമ്പോൾ. ഇവര് ഈ കാണിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിൻ ഭാഗം എടുത്ത് അപ്പൊ ആളെ തിയേറ്ററിൽ എത്തിക്കാന്നുള്ളത് മാത്രം ഉദ്ദേശം. പിന്നെ ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മാത്രമേ പറയത്തുള്ളൂ. വലിയ കാര്യമായി പോയി, ഭയങ്കര വെറൈറ്റിയാ. അങ്ങനെയാണെങ്കിൽ ഹിന്ദി ആ പെരുമ്പാവൂർ ഭാഗത്തേക്കല്ലേ, അവിടെ മാത്രം ഇറങ്ങിയാൽ മതി. ആന്റണി പെരുമ്പാവൂരിന്റെ തിയേറ്റർ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ അവിടെ. ആശീർവാദം ആട്ടയോ ഏതാണ്ടൊക്കെ ഉണ്ട്. ആശീർവാദ് തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്തിട്ട് അവിടെ ഓരോ ആശീർവാദ ആട്ടയും കൊടുക്കും ഹിന്ദിക്കാർക്ക്. അതുകൊണ്ടായി ചപ്പാത്തി ഉണ്ടാക്കി തന്നിട്ടെ, കുറച്ച് ദാലും. എന്തൊരു പാടാന്നല്ലോ. എപ്പ കാണിക്കാം, അടുത്ത മാസം തോന്നുന്നു ഇതിന്റെ ബാക്കി പരിപാടി വന്നത്. ഇതെവിടെയാ പട്ടാപ്പകൽ? അത് വേറെ എവിടെയാ? വിദ്യാർത്ഥിനിയെ പട്ടാപ്പകൽ കഴുത്തറുത്തു കൊന്നു. കർണാടകയാ. റായ്ചൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പട്ടാപ്പകൽ കഴുത്തറുത്ത് കൊന്നു. യുവതി കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് യുവാവ് വിളിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. വിളിച്ചുകൊണ്ടങ്ങ് പോയി. എന്തല്ലേ ഞാൻ ഇനി ഇത് കൂടാൻ പോവാടോ, വല്ലാണ്ട് കൂടും. ഈ അടിച്ച ടീമെല്ലാം കൂടെ അളകും, കൈ കാശില്ലാണ്ടാവും. ഈ അടിക്കാരുടെ പ്രശ്നം വരാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം ഇവര് പൈസ ഒന്നും ഇല്ലാതായി കഴിയുമ്പോൾ സാധനം കിട്ടാണ്ടായി. ഇനിയുള്ളത് ഇങ്ങനെയുള്ള പണിയൊക്കെ ആയിരിക്കും. അവർക്ക് അറിയത്തില്ല എന്തോ ചെയ്യേണ്ടത്. പെട്ടെന്ന് ദേഷ്യമൊക്കെ കയറുന്നത് അവർക്ക് കിട്ടാതെ വരുമ്പോഴോ അല്ലെ അടിച്ചോണ്ടിരുന്നാൽ പോലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ദേഷ്യം കയറി പല റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വിൽ എൻഡ് അപ്പ് ഇൻ മർഡർ. അതായിരിക്കും കൂടുതൽ സംഭവിക്കുന്നത്. ചാടുക കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുക. കഴിഞ്ഞ ദിവസം ഒരാൾ ചാടിയത് എന്ന് പറഞ്ഞാൽ ഒറ്റ ചാട്ടമൊക്കെ ചാടിക്കളയും. ദേഷ്യം കയറുവോ അല്ലെ എന്തെങ്കിലും പ്രത്യേക വളരെ ഇമ്പൾസീവായിട്ട് ആൾക്കാർ ഇടപെടുകയൊക്കെ ചെയ്യുന്നതിനകത്ത്. അത് ഇവർക്കൊട്ട് ആകത്തുമില്ല എന്തോ ചെയ്യാൻ പോകുന്നത്, കൺട്രോൾ വിട്ടിരിക്കുമല്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. വലിയ കാര്യമായി പോയല്ലോ. പഴയ മലയാള ഗാനങ്ങൾ അതേ ഈണത്തിൽ ഹിന്ദിയിലേക്ക് ഞെട്ടിച്ച് ജനാർദ്ദൻ നായർ. ആര് ഞെട്ടാനാ ഇതൊക്കെ കേട്ടിട്ട്? ആരോ ഒരാൾ എന്താണ് ഞെട്ടും. ആരെങ്കിലും ഹിന്ദിക്കാർ കേട്ട് ഞെട്ടുമായിരിക്കും. ഇതൊക്കെ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ കിടന്ന് ഇങ്ങനെ മെഴുകുന്ന ഒരു കൂട്ടം ഈ പൊങ്ങികളുമാണ് കേട്ടോ. ഭയങ്കര പൊങ്ങച്ചുണ്ട് നിങ്ങൾക്ക്. ഇങ്ങനെ സ്വയം പുകഴ്ത്തി പറഞ്ഞ് അടുത്തത് ആൾക്കാരാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു ചായയുടെ വില 220 രൂപ, 15 രൂപ എന്നൊക്കെ തള്ളി മറിച്ചവർ എവിടെ? പ്രിയരെ, സത്യത്തിന്റെ മുഖം വളരെ വികൃതമാണ്. കോവൈ ഭവൻ ടു 220 രൂപ എന്നൊരു ചായക്ക്. എന്തോട്ട് ഇത്? എന്ത് ചായ? കൊള്ള ഇത് കൊള്ള. അവിടെ എന്താടോ ഒരാൾ നിവർത്തികൾ കൊണ്ട് കുടിക്കുന്ന ചായയുടെ കാര്യം ഇത്. എയർപോർട്ടിൽ കൂടെ പോയാൽ പിന്നെ അവിടെ നിന്ന് പിഴിയണം, മനസ്സിലായോ? ആ വഴി എടുത്ത് കയറി വന്നാ അവനെ അങ്ങ് പിഴിയാം. ഹോസ്പിറ്റലിൽ അത് തന്നെ. അതിനൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചേക്കുക.
കാശുള്ള ഹോസ്പിറ്റലിൽ ചെന്ന പണിയാടും. അവർ 2 ദിവസം അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പേടിപ്പിച്ച്. കാശില്ലാത്തവനാണ് അവനെ പേടിപ്പിക്കാതെ അങ്ങ് പറഞ്ഞു വിടും. കുഴപ്പമൊന്നുമില്ല, പൊക്കോളാൻ പറയും. ചിലപ്പോൾ അയാൾ വീട്ടിൽ പോയി കിടന്ന് യാവും. അതാണ് എത്തിക്സ്. ഭയങ്കരം തന്നെ. അത് നോക്കിയും കണ്ടൊക്കെ ചികിത്സ കൊടുക്കുന്ന സ്ഥലമാണ്. ഓ, എന്നിനാ മെയിൻ കേട്ടോ. കൊച്ചിന്റെ കൊച്ചും കത്തിക്കുത്തും. അമ്മാവൻ കൊച്ചിനെ അമ്മാവൻ കൊന്നു. മാമനോടൊന്നും തോന്നല്ലേ, മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. പ്രിയദർശൻ ഹേരാഫേരി 3 പ്രഖ്യാപിച്ചെന്ന്. നല്ല കാര്യം. കുറ്റിച്ചൽ യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന്. അതങ്ങനെ യുവാവ് തൂങ്ങി മരിച്ചു. വേറെ പ്രശ്നമാണ് കേട്ടോ. നമ്മള് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതേ കണക്ഷൻ കട്ടാവും ആൾക്കാർക്ക്. അങ്ങനെ പ്രശ്നമുണ്ടോ? ഇത് ഫോണിൽ നോക്കിയിരിക്കണം താൻ അതിനകത്ത്. അയ്യോ, ഗോവൻ ഇനി ദൈവമാണ്. തൊഴാൻ ധാരാളം പേർ. ദൈവത്തിന് എങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകും? ഇതൊക്കെയാണ് ഇന്നത്തെ സർട്ടിഫിക്കറ്റ് നൽകാനാണ്. എനിക്കറിയത്തില്ല. ഗോവൻ സ്വാമി മറ്റേ ഇത് ഏത് ജാതിയിലുള്ള ദൈവമാ? കടൽ മച്ചാനും അമ്മയും പുതിയ മീൻ അച്ചാർ വിപണിയിലിറക്കി. ആദ്യമേ മഞ്ജു ചേച്ചിക്ക് സമർപ്പിച്ചപ്പോൾ പുതിയ സംരംഭത്തിന് ആശംസകൾ. ആരാ മഞ്ജു ചേച്ചി? മഞ്ജു വാര്യർ. എടി, ഈ കടൽ മച്ചാൻ, ഈ ബുൾജെറ്റ്, ഇങ്ങനെയുള്ളവരൊക്കെ തുടങ്ങിയ പരിപാടിയാണ് ഈ അച്ചാർ പരിപാടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കടൽ മച്ചാനും അമ്മയും കച്ചവടം തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് അച്ചാർ, എന്ത് കച്ചവടം ആയിക്കോട്ടെ, അച്ചാർ കൊണ്ടുപോയി കൊടുത്തത് മഞ്ജു ചേച്ചിക്ക്. അതാരാ പറയുന്നത്? എനിക്കറിയത്തില്ലാണ്ട്. പറയുന്ന ആരാ? ചേച്ചി എന്ന് വിളിക്കുന്ന ആരാ? മഞ്ജു വാര്യരെ. അവര് മീഡിയക്കാര്. ചേച്ചിയോ? മീഡിയക്കാരെങ്ങനെയാ? അമ്മയായില്ലേ? മഞ്ജുമ്മ. 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 മഞ്ജുമ്മലായി പോയി. മഞ്ജുമ്മൽ ബോയ്സ്. വേറെ ആരൊക്കെ എന്തൊക്കെ ബിസിനസ് തുടങ്ങി ഇവിടെ? യൂട്യൂബർമാരുടെ ബിസിനസ്. വേറെ എന്ത് ബിസിനസ്? വേറെ ആരെ അറിയാം അങ്ങനെ? ഇവന്മാര് വണ്ടിയും കൊണ്ട് നടന്നവരൊക്കെ എന്റെ ഷോറൂമൊക്കെ തുടങ്ങി. വണ്ടി, സെക്കൻഡ് കാറോ. പിന്നെ വേറെ എന്തൊരു സംരംഭമായിട്ട് മറ്റേ ചുട്ടിപ്പാറ അങ്ങാണ്ട് എടുത്തത്, മറ്റേ ഫിറോസ് കുക്കിംഗ് ആയിട്ട് നടന്നു. എന്തോ ബിസിനസ് അറിയത്തില്ല, ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഫിറോസ് കുന്നുകളാണ് പക്ഷെ ടോപ്പ്. അതാണ് ബിസിനസ്. മറ്റവരൊക്കെ ചുമ്മാ പണിയെടുത്തിട്ടുള്ള പരിപാടിയാണ്. അച്ചാറുണ്ടാക്കണം. പണിയെടുത്ത് തിന്നാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഫണ്ണില്ല. അത് മറ്റേ ഫിറോസ് തിന്നുന്ന പോലെ. ഫിറോസ് ആണ് അടിപൊളി. അടിപൊളി തീറ്റയാ. അത് ആരെ പറ്റിച്ചാന്ന് നേരെ മരിക്കാൻ കിടക്കുന്നവരെ ഊമ്പിക്കാന്നൊക്കെ പറഞ്ഞ ഈ പ്രാവശ്യത്തെ പത്മശ്രീ, അടുത്ത പ്രാവശ്യത്തെ പത്മശ്രീ അവനൂടെ കൊടുക്കും. പത്മഭൂഷൺ കൊടുക്കുക, ആദരിക്ക്. ഇവിടത്തെ ഒരു വലിയ സംരംഭകൻ, ഇത്ര നല്ലൊരു തൊഴിൽ കണ്ടെത്തിയെടുത്തൻ. എത്ര പേരാ രക്ഷപ്പെട്ടെന്നറിയോ ആ ഒരു ഇടപാടിലല്ലേ? കുറെ പേര് കൂടെ കൂടി രക്ഷപ്പെട്ട കുറെ ആൾക്കാർ, ഒത്തിരി പേരുണ്ടെന്ന്. കാശ് വെട്ടിച്ച് കുറെ. നമ്മളിവിടെ ചാരിറ്റി വെബ്സൈറ്റും ഉണ്ടാക്കി ഒരു തെണ്ടിക്ക് പോലും വേണ്ട. എനിക്കും വലിയ നിർബന്ധമൊന്നുമില്ല. വേണേ മതിയെന്നേ, ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടൊക്കെ നമുക്ക് പറയാനുള്ള പറഞ്ഞു. ഇനിയിപ്പോ ചെയ്യണമെങ്കിൽ ഇവർക്ക് വേണേ ചെയ്താൽ മതി. അല്ലാതെ ഇതിന്റെ അപ്പുറത്തോട്ട് ഇവരെല്ലാരും വായിൽ വെച്ച് കൊടുത്തു, അത്രയും വരെ ചെയ്തിട്ടുണ്ട്. ഈ ചവച്ചും കൂടി തരാൻ പറയരുത്. അതൊരു ശരിയായ നടപടിയല്ല. അത് കിടപ്പുണ്ട്, കേസ് കിടപ്പുണ്ട്, എല്ലാം വേണം ചെയ്താൽ മതി. വേണ്ട, ഇവന്മാരെ പറ്റിക്കപ്പെടാനുള്ള സമൂഹമായി. ഇവർക്ക് ഇങ്ങനെ ചില പ്രത്യേക തരം വിചാരം എന്ന് വെച്ചാണല്ലോ, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് നടക്കും. പിന്നെ ഇത് കിട്ടിയിട്ട് വേണം. അമ്പട്ടി സൗദ അതുകൊണ്ട് കുറെ പേര് അങ്ങനെയൊക്കെ പെടുന്നു മെനക്കെടുക. ഒരു കാര്യമില്ല, നമ്മുടെ പരിപാടി കഴിഞ്ഞു.
ഇത്ര ഉള്ളൂ തന്റെ പരിപാടി. ഞാനത് ചെയ്തിട്ടുണ്ട്. ഇല്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ പതുക്കെ ചെയ്ത് പാടിക്കും. അതിനകത്ത് കുറെ സാധനങ്ങൾ ചെയ്താണ്ടോ. ഇതുകൂടെ ഇതൊന്നും അല്ല. അയ്യോ, കുത്തുക്ക് എണ്ണം മതി ഒരു ദിവസം കളയാൻ. അതിപ്പോ രക്ഷപ്പെട്ടു കേട്ടോ. ഇല്ല, താഴെ ഉണ്ട്. കിട്ടിയോ? ആ, അവിടെ തട്ടണം തട്ടണം. അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. കിട്ടിയോ? ഇല്ല. അതാണോ? അല്ല, കിട്ടി. അതാണോ അത്? ഞാനെ പിടിച്ചു. ചത്തല്ലേ? അവൻ സത്തിട്ട സത്തിട്ട സത്തിപ്പോ സത്ത് പോയാച്ച്. പിന്നാരാ ബിസിനസ് തുടങ്ങി? വേറെ വല്ലതും ഉണ്ടോ? മല്ലു ട്രാവലർ വല്ലതും തുടങ്ങിയാന്നോ? അതൊക്കെ കേസായി പോയി ഇടയ്ക്ക്. അതെന്താ കേസൊക്കെ? ആർക്കറിയും. ഒന്നുമില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോ ഏതാണ്ട് ഭയങ്കര വലിയ എന്തൊക്കെയോ സംഭവിച്ച പോലെ. അതിന്റെ കേസൊക്കെ നടക്കുന്നുണ്ടാവുള്ളൂ കോടതിയിലൊക്കെ. അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാത്തോണ്ടായിരിക്കും. കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അവനല്ല ഇവനാണത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ. അല്ല, ഈ കൊച്ചിന്റെ കൊലപാതകേ ഇതിപ്പോ അന്വേഷിച്ച് പോലീസുകാർ എന്തുമായിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്? എന്തിനും കോമഡി കാണിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞാൽ കിണറ്റിലെ വെള്ളമൊക്കെ എടുത്തോണ്ട് പോവുമായിരിക്കും തെളിവാന്നും പറഞ്ഞു. ഒരു കുപ്പി വെള്ളം. എന്താന്ന് വെച്ചാ പറയും ഇത് തെളിവെടുക്കാൻ പോവാ. കയറ്, കപ്പി നെറ്റ്, കിണറെടുത്തോണ്ട് പോവായിരുന്നാ മതി. കിണർ എടുത്തോണ്ട് വരാൻ ബുദ്ധിയുള്ള ആൾക്കാരാണ് ചെയ്യും കേട്ടോ. ഭയങ്കര ബുദ്ധിയുള്ളവർ അങ്ങനെയാ. പക്ഷെ വേറെ വാർത്തയൊന്നുമില്ല കേട്ടോ. ഇന്ന് ഭയങ്കര ശോകമാണ്. മരണം, കൊലപാതകം, ചർച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. ഇന്ന് എനിക്ക് എന്ത് പറ്റി? ഇന്നുള്ളത് ബസൂക്കെന്നോ വീരഗാഥയോ എല്ലാം കൂടെ ഏതാണ്ടൊക്കെ കാണിക്കുന്നു. ഇത് പ്രൊഫൈൽ ഇതെന്റെ. ഇതിനകത്താണല്ലോ വരണ്ടേ. ഉള്ള സിനിമാക്കാരുടെ കുറെ സാധനം വരും. പിന്നെ ഈ നാട്ടിൽ നടന്ന ഇതുപോലത്തെ കൊലപാതകങ്ങൾ കാണാൻ പറ്റും. അല്ല, ഒന്നും ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. കൊണ്ണിമുഖന്റെ ആണ്ട് പടം വന്നിട്ടുണ്ടല്ലോ. ആണ്ട് വേവിന്ന് ആണ് പറയുന്നത്. ഗോ വേവിന്ന്, ഗെറ്റ് സെറ്റ് ഗോ വേവിന്നോ ഡോക്ടറായിട്ടാന്നൊക്കെ പറഞ്ഞൊരു പടം വരുന്നുണ്ട്. നാളെ വരുന്നതാണ് റിലീസാ. വെള്ളിയാഴ്ച റിലീസാന്ന് തോന്നുന്നു. ആരോ വായിക്കുന്ന കേട്ടാ, ഉണ്ണി മുകുണ്ടൻ. സ്പെല്ലിങ് അങ്ങനെയാണല്ലോ. MUKU. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് തെറ്റിപ്പോയതാ. നമ്മള് വായിച്ചാണല്ലേ. ശരിയാണ്. ആഹാ, IM വിജയൻ വാക്കുകൾ ഇടറി. പത്മശ്രീ IM വിജയൻ പറയുക. പത്മശ്രീ അമ്മയുടെ വിയർപ്പല്ലോ. അല്ല, പത്മശ്രീയും കിട്ടിയോ? അമ്മയുടെ വിയർപ്പിന്റെ മണവും ടീച്ചർ അന്ന് തന്ന പൊതിച്ചോറിന്റെ രുചിയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കള്ളത്തരം, നല്ല ഒന്നാം തരം കള്ളത്തരം. ഇവിടെ പറയാൻ കാര്യം ഉമ്മ കാട്ടിവിടുക. അതൊന്നും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ ഓർത്തിരിക്കുക. മണവും രുചി ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ചുമ്മാ അങ്ങ് പറഞ്ഞ് അങ്ങ് ആക്കുന്ന ചുമ്മാ തള്ളു. മണം ഓർത്ത് പറയട്ടെന്നാ എന്നൊന്ന് പറഞ്ഞ ഒരു 10 പൊതിച്ചോറുണ്ട്. ഇതിനകത്ത് ഏത് മണമാണ്? അല്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലെങ്കിൽ ഏത് തരത്തിലാന്നുള്ളത് പറഞ്ഞാലും അത് തന്നെ. അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ അതൊന്ന് കാണണം. അത് ശരിയാ. രുചിയേ അത് ഇതുവരെ കാണാത്ത ഒരു സാധനത്തെ കുറിച്ച് വിയർപ്പിന്റെ മണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക. ഒന്ന് പറഞ്ഞോളൂ. എവിടുന്ന് വരുന്നവനൊക്കെയാണ് ഇതൊക്കെ? ഇങ്ങനെ കുറെ ചളികള്, ഒരു എന്താ പറയുക, അന്തസ്സില്ലാത്ത ചളിയാ അതൊക്കെ. അതൊന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊന്നും പിന്നെ ഇവനൊന്നും ഇല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി ബോധമുള്ളവനാണ് അത് പറയത്തില്ലല്ലോ. ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അതിനൊരു ലെവലുണ്ട്. ആ ലെവലിൽ പെട്ട ആള് തന്നെയാണ്. അത്രേ ഉള്ളൂ. അതിനൊക്കെ ഉള്ളതേ ഉള്ളു കയ്യിൽ. മനസ്സിലായോ? പ്രായമൊക്കെ ആയല്ലോ, 10-60 വയസ്സ്. അത്രയൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ചുമ്മാ പിടിച്ച് ഇതിനകത്ത് കയറ്റിയിരുത്തി വലിയ രണ്ട് സംഭവം ഞാൻ പൊക്കിക്കൊണ്ട് നടന്നതല്ലാതെ കയ്യിലൊഴിപ്പ് ഇതൊക്കെ തന്നെ. ലാസ്റ്റ് വന്നിട്ട് പറയുക മേഡമാണോ. വേറെ ആരുടെയൊക്കെ വിയർപ്പിന്റെ മണം ഓർമ്മയുണ്ടോ ആവോ? വിയർപ്പിന്റെ മണം ഓർത്തിരിക്കും. മണമൊക്കെ ഓർക്കാൻ പറ്റുമോ ശരിക്കും? ചുമ്മാ അങ്ങ് പറയുവാണോ? ചുമ്മാ ഇതൊക്കെ ഒരു നമ്പറാ. ഒരു തരം കുറെ പൊട്ടന്മാരുണ്ട്, ഓർത്തോ. ഇനി ഏതൊക്കെ ആണോ അമ്മയുടെ ജീവിച്ച കാലം ആ സാധനം പോലത്തെ കലാമണിക്ക് ഉണ്ടാകും ഇങ്ങനത്തെ ഒരു പരിപാടി. കോടീശ്വരനാണ്. നല്ല പരിപാടി. കയ്യിലിരിപ്പെല്ലാം അടിപൊളി. എത്രയോ 300 500 കോടിയൊക്കെ ഉണ്ട്. മറ്റേ ഓട്ടോക്കാരനാ മറ്റേതാ മറിച്ചാ സെന്റിമെന്റ്സ് അടിക്കും.
അണ്ണ ഇവിടെ ഉള്ളവര് വിചാരം അയ്യോ അയ്യോ കുറെ ഓട്ടോക്കാരെല്ലാം അവിടെ വന്നിട്ട് പറയും മണി ഭയങ്കര ഇത് ഈ ജീവിതമാ. ഇതുപോലെ തന്നെയാണ് ഇവിടെ പല സാധനങ്ങളും പറിക്കുകയാണ്. ഇപ്പൊ മറ്റേ ചെമ്പൻ വിനോദ് മറ്റേ കല്യാണം കഴിച്ചത് ഓർമ്മയുണ്ടോ? കുറച്ചു കാലം മുമ്പ് കുറച്ച് യങ്ങായിട്ടുള്ള ഒരു പെണ്ണിനെ ആകേണ്ടത്. ഇവരെ കണ്ട് 20 വയസ്സിന് വ്യത്യാസം കാണുന്നുണ്ട്. അപ്പൊ ചെമ്പൻ വിനോദിന് 20 വയസ്സുള്ളപ്പോ ഈ കൊച്ച് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് ആൾക്കാർ പിന്നെ ഇതിന് മറുപടി പറയുന്നത്. പ്രശ്നമുണ്ടോ? എന്നാലും ഇത് മോശമായി പോയി. കൊച്ചിനെ കല്യാണം കഴിച്ച പോലെ, കൊച്ചു ജനിച്ച കൊച്ചിനെ കല്യാണം കഴിച്ച പോലെ ഇവരുടെ ഒരു റിയാക്ഷൻ. ഇവരെല്ലാം എടുക്കുന്ന ഇങ്ങനെയാ. അതായത് ഒരു സാധനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ എടുക്കും. അതെ, എന്തോ തിരിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ. അതെ, കഷ്ടപ്പെട്ട് വന്ന കഥ കേൾക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. അല്ലടോ, വിനോദിനെയാണോ കളിയാക്കുന്നത്, കൊച്ചിനെയാണോ? ആരെ കളിയാക്കണെന്നുള്ളതല്ല ഇവർക്ക് തന്നെ ഒരു ധാരണയൊന്നുമില്ല.